പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പിഴവ് സമ്മതിച്ചു ജില്ലാ ആശുപത്രി. അന്വേഷണത്തിന് ഹാജരാകാൻ കുടുംബത്തിനയച്ച നോട്ടീസിലാണ് ചികിത്സാ പിഴവ് സ്ഥിരീകരിക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് വിനോദിനിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി സാജിദ അജ്മൽ ചേരുകയാണ്. സാജിദ, ഇതിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് കുടുംബം അടക്കം പരാതി ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം, ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘമൊക്കെ ഇന്ന് കുടുംബത്തിന്റെ മൊഴിയൊക്കെ എടുക്കുന്നത്. അതിനിടെയാണോ ഇപ്പോൾ ചികിത്സാ പിഴവ് ആശുപത്രി അധികാരികൾ തന്നെ സമ്മതിക്കുന്നത്? ദിവ്യ, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് 9 വയസ്സുള്ള വിനോദിനി എന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്. ഇതിന് പിന്നാലെ ജില്ലാ ആശുപത്രി അധികൃതർ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ച് ഇത് ചികിത്സാ പിഴവല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതേ ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ് ഇപ്പോൾ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഇന്ന് ഹിയറിംഗ് ഉണ്ടെന്നും ആ ഹിയറിംഗിന് ഹാജരാകണമെന്നും വിനോദിനിയുടെ അച്ഛനായ വിനോദിന് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് ഈ വിദഗ്ധ സംഘത്തിന്റെ ഹിയറിംഗ് ഉണ്ട്, അതിന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മുൻപാകെ അവരുടെ ഓഫീസിന് മുന്നിൽ ഹാജരാകണമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് നിയോഗിച്ച സംഘം ഇന്ന് ഈ വിനോദിനിയുടെ കുടുംബത്തിൽ നിന്നും കുട്ടിയിൽ നിന്നും കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നും വിശദമായ മൊഴിയെടുക്കും. ജില്ലാ ആശുപത്രി അധികൃതർ എല്ലാ സമയത്തും ഇത് ചികിത്സാ പിഴവ് അല്ല എന്നുള്ളതാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് മെഡിക്കൽ എന്ന ഒരു വാക്ക് മാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അവർ അത് ചികിത്സാ പിഴവാണെന്ന് സമ്മതിക്കുകയാണ്. അതിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന പരാതിയും വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഇവരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സാധ്യത പിഴവ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ കുഞ്ഞിന്റെ കൈയിലേക്ക് ഇൻഫെക്ഷൻ കയറുന്നത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണോ അവർ പറയുന്നത്? പ്രധാനമായും ഇവർ പറയുന്നത് ഒരു അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു മെഡിക്കൽ ട്രാജഡി എന്നുള്ളതാണ്, ഇതൊരു ചികിത്സാ പിഴവല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കുഞ്ഞിന് ഈ സാധാരണ രീതിയിലുള്ള ഒരു കൈ ഒടിഞ്ഞ് എല്ല് പൊട്ടുക മാത്രമാണ് ചെയ്തിരുന്നത്. ആ കെട്ടിവെച്ച കൈ പിന്നീട് പഴുത്ത് വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇത് ഒരു ചികിത്സാ പിഴവിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ അന്വേഷണം ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള മെഡിക്കൽ ഡയറക്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ചികിത്സാ പിഴവാണെന്ന് പ്രാഥമികമായി കണ്ടെത്തിയത്. ഇതിന്റെ വിശദമായ ഒരു പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കുട്ടിയിൽ നിന്നും കുട്ടിയുടെ കുടുംബത്തിൽ നിന്നും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സാധ്യത കുഞ്ഞിന്റെ തുടർ ചികിത്സ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രതിപക്ഷ നേതാവ് കുഞ്ഞിന് കൈവച്ച് നൽകാൻ പണമൊക്കെ അനുവദിച്ചിരുന്നില്ല, അതിന് പിന്നാലെ സർക്കാരും പണം അനുവദിച്ച് ഉത്തരവൊക്കെ ഇറക്കിയിരുന്നു. തീർച്ചയായും കുഞ്ഞിന് ഇപ്പോൾ ഇനി അത്യാവശ്യമായി വേണ്ടത് ഒരു കൃത്രിമ കൈയാണ്. അത് കേവലം ഒരു ഈ റബ്ബറിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കൈയല്ല. കുട്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ള രീതിയിൽ ചെയ്യാൻ കഴിയില്ലെങ്കിലും ഏറ്റവും അത്യാധുനിക സംവിധാനമുള്ള കൈ തന്നെ വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ച്, അതുകൊണ്ട് കൈവയ്ക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു തുക നൽകാമെന്ന് പറയുകയും അങ്ങനെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ പോയി ഇതിന് വിദേശത്ത് നിന്ന് വേണം ഈ കൃത്രിമ കൈ നിർമ്മിച്ച് കൊണ്ടുവരാൻ, അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ എന്തായാലും ഇന്നിപ്പോൾ വിനോദിനിയുടെ കുടുംബത്തെ ഹിയറിംഗിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ ചികിത്സാ പിഴവാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്.